Hi friends, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ പാറ്റേണിലുള്ള ഒരു പലാസോ പാൻ്റ് ആയിട്ടാണ്. നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലാസോ പാൻ്റ് എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 മീറ്റർ തുണിയാണ്. അതിൻ്റെ കൂടെ 1 മീറ്റർ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിങ് തുണീനെ ഞാൻ ഇതുപോലെ നീളത്തിൽ 4 മടക്കിയിട്ടുണ്ട്. ഇവിടെ വീതി വരുന്നത് 11 ഇഞ്ചിലാണ്. ഇനി ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത് ബാൻഡിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് തയ്ക്കുന്നതുകൊണ്ട് 1.5 ഇഞ്ച് വേസ്റ്റ് ബാൻഡ് ഞാൻ കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ആ മാർക്ക് ചെയ്ത ലൈനിൻ്റെ താഴെയായിട്ട് ടേപ്പ് വയ്ക്കുക. അവിടെ നിന്ന് പാൻറ്റിൻ്റെ ലെങ്ത്ത് അത് എത്രയാണ് നമുക്ക് വേണ്ടത് അത് നോക്കാം. ഞാൻ ഇവിടെ 27 ഇഞ്ചാണ്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 28 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഹിപ്പ് റൗണ്ടാണ്, അതായത് പാൻറ്റ് ഇടുന്ന ഭാഗം, അവിടെ 22 ഇഞ്ചാണ്. അതിൻ്റെ 4 എടുക്കുക, പ്ലസ് 2 ഇഞ്ച് ലൂസിന്, അങ്ങനെ 7.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇനി ക്രച്ചിൻ്റെ ലെങ്ത്ത് ഞാൻ ആ ടേപ്പ് താഴെ വയ്ക്കുക. എന്നിട്ട് 9 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഈ താഴത്തെ വീതി 7.5 ഇഞ്ചാണ്, പ്ലസ് 1 ഇഞ്ച് 8.5 ഇഞ്ച് കൊടുക്കാം. അപ്പം നമുക്ക് പലാസോ പാൻറ്റിന് എത്ര വീതി താഴെ വരണം അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനി ഈ ഒരു പോയിൻറ്റും ഇവിടെ നിന്ന് നമ്മൾ മുന്നേ മാർക്ക് ചെയ്ത് 1.5 ഇഞ്ചിലത്തെ പോയിൻ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ താഴേന്ന് ബാക്കി മുകളിലേക്ക് ഇതുപോലെ ഒരു ചെരിച്ചിങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ലൈനിങ്ങിലാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യുമ്പോൾ എത്രയാണ് ഹിപ്പ് റൗണ്ട് വരുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 2 ഇഞ്ച് ലൂസിന് വേണ്ടി. അപ്പം അങ്ങനെയാണ് 7.5 ഇഞ്ച് നമുക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഈ ഒരു ഭാഗം ഫുള്ളും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല ഫാബ്രിക്കിൽ എങ്ങനെയാണ് നമുക്ക് മാർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ 2 മടക്കിയിട്ടുണ്ട്. നടുവിൽ നിന്ന് ഇതുപോലെ മടക്കി, ഇനി ഒരു മടക്ക് ഇതുപോലെ മടക്കുക. അപ്പോൾ നമുക്ക് 4 ലെയർ കിട്ടും. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ തുണി മടക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്തിരി സ്ട്രെച്ചി ആയിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് തുണീന് ഇതുപോലെ മടിക്കാൻ മതി. ഫുള്ളായിട്ട് മടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കിവിടെയാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ ലൈനിങ് ഇതുപോലെ തന്നെ വയ്ക്കുക, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ മടങ്ങിയ ഭാഗം ഉണ്ടായിരുന്നു, അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ലൈനിങ്ങും നല്ല ഫാബ്രിക്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ലൈനിങ് പീസാണ് ആദ്യം അറ്റാച്ച് ചെയ്യുന്നത്. 2 ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് ക്രഷിൻ്റെ ഭാഗം മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ ഇതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ചെയ്തിട്ട് ഈ ഒരു അരികു ഭാഗം, ഈ ക്രച്ചിൻ്റെ ഈ ഒരു വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമല്ലോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം.
ഇനി അതുപോലെ തന്നെ നമ്മുടെ നല്ല ഫാബ്രിക് ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് ക്രച്ചിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതും അതുപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മിഡിലേക്കായിട്ട് ആ ഒരു ക്രച്ചിൻ്റെ ഭാഗം കൊണ്ടുവരാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഒരു അരയിഞ്ചാണ് വിട്ടിരുന്നത്, അതുപോലെ തന്നെ ചുറ്റും തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അടിയിലത്തെ വീതി നമ്മൾ 7.5 ഇഞ്ചാണ് എടുത്തിരുന്നത്, അതിവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങളിതുപോലെ ചുറ്റടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പലാസ പാൻറ് എന്ന് വരുമ്പോൾ താഴെ നല്ല വീതിയിൽ വരുന്ന പാറ്റേൺ ആണ്. ഇവിടെ നല്ല ഫാബ്രിക്കിലും ലൈനിങ്ങിലും ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴ്ഭാഗം മാത്രമേ മടക്കി തയ്ക്കാനുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ 2 പാൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാൻറ്റിന് ഉള്ളിലായിട്ട് തന്നെ നമുക്ക് ആ ബാൻഡ് അടക്കം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫാബ്രിക്കിനെ എൻ്റെ ഉള്ളിലേക്ക് ആക്കുകയാണ്. ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് കേട്ടോ ഞാൻ അതുപോലെ ആക്കണത്. എന്നിട്ട് ഇതിന് ഇതുപോലെ ആ ബാൻഡിൻ്റെ ഭാഗം വരണ രീതിയിൽ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ബാൻഡിൻ്റെ ഭാഗം 2 ഒപ്പത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടി ഇട്ടിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ തുണീനെ മടക്കാം. എന്നിട്ട് അതിൻ്റെ ഇൻഡ് ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ലൈനിങ്ങിൻ്റെ ഫാബ്രിക് അടക്കമാണ് കേട്ടോ അതുപോലെ മടക്കണത്. ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് അത് ചുറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വേസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് വേണം രണ്ടിൻ്റെയും എടുക്കേണ്ടത്. ലൈനിങ്ങിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് സെയിം 7.5 ഇഞ്ച് തന്നെ വേണം രണ്ടിലും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ അടിഭാഗം ലൈനിങ്ങിൽ നമുക്ക് മടക്കി തയ്ക്കാം. വളരെ സിമ്പിളാണ് നമുക്ക് ഈ ലൈനിങ് ഇട്ടിട്ട് ഒരു പാൻറ്റ് തയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാനിത് ഫുള്ളും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് നല്ല വശത്തേക്ക് ഞാൻ തിരിച്ചിടാണ്. അപ്പോൾ ഈ നല്ല ഫാബ്രിക്കിൻ്റെ അടിഭാഗം ഞാൻ ഇതുപോലെ സിക്സാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള ഹോള് നിങ്ങൾ മുന്നേ വിട്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ നീളം ഞാൻ എടുക്കുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഹിപ്പ് റൗണ്ട് വന്നിരിക്കുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇലാസ്റ്റിക് എടുക്കുമ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ട് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ പലാസ പാൻറ്റൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലൈനിങ് ഇട്ടിട്ടുള്ളൊരു പലാസ പാൻറ്റ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള തുണിയാണെങ്കിൽ ഇങ്ങനെ ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഫാബ്രിക് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.